ഇന്നലെ എല്ലാം കൊണ്ടും വൈഭവ് സൂര്യവംശി എന്ന 15-കാരന്റെ ദിവസമായിരുന്നു. സമീപകാലത്ത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇന്നിംഗ്സ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ ഇന്ത്യക്കാരൻ പയ്യനെ കുറിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത്. ദാമ്പുള്ളയിലെ ഗ്രൗണ്ടിൽ ത്രിരാഷ്ട്ര പരമ്പരയുടെ കലാശ പോരാട്ടത്തിൽ ഇന്നലെ നടന്നത് 15 വയസ്സുകാരന്റെ വെറുമൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നില്ല. ലങ്കാദഹനം എന്ന് പറയാവുന്ന തരത്തിൽ ഒരു കൗമാരക്കാരൻ നടത്തിയ പ്രതികാര താണ്ഡവത്തിനാണ് ഇന്നലെ ലോകം സാക്ഷ്യം വഹിച്ചത്. ശ്രീലങ്ക ആയാലും പാകിസ്ഥാനായാലും ഓസ്ട്രേലിയ ആയാലും വൈഭവിന് മുന്നിൽ അവരൊക്കെ വെറും ബൗളർമാർ മാത്രമാണ്. അടി എന്ന് പറഞ്ഞാൽ അജാതി അടിയാണ്. വിക്കറ്റ് പോയാൽ പോട്ടെ എന്ന മൈൻഡ് സെറ്റുള്ള അടി. പയ്യൻ അടിച്ചു കയറുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ടീമിന്റെ പ്രൊജക്റ്റഡ് സ്കോർ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുകയും ചെയ്തു. 950 എന്നതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പ്രൊജക്റ്റഡ് സ്കോർ. ഇത് IPL അല്ലടാ, ഇത് ശ്രീലങ്കയാണ് എന്ന് പറഞ്ഞവരെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് പയ്യൻ 29 പന്തിൽ അടിച്ചത് 94 റൺസാണ്. ആദ്യത്തെ 11 പന്തിൽ 5 ഫോറുകൾ 5 സിക്സുകൾ. ലിസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമുള്ള 50 ഇനി വൈഭവ് സൂര്യവംശിയുടെ പേരിലായിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദാമ്പുള്ളയിലെ ഇതേ ഗ്രൗണ്ടിൽ നടന്ന സൂപ്പർ ഓവർ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയോട് പരാജയപ്പെടുന്നത്. അപ്പോഴാണ് ശ്രീലങ്കൻ കളിക്കാർ കൂട്ടം കൂടി നിന്ന് വൈഭവിനെ പരിഹസിക്കുന്നത്. ലങ്കൻ താരം വിഷേൻ ഹാലംബഗയും ഇന്ത്യൻ ബാറ്റർ സൂര്യാൻ ഷഡ്ഗയും തമ്മിൽ തുടങ്ങിയ ആ തർക്കം ഒടുവിൽ വൈഭവ് സൂര്യവംശിയിലേക്ക് എത്തി. കൗമാരത്തിന്റെ ചോരത്തിളപ്പിൽ വൈഭവ് ലങ്കക്കാരനെ കൈവച്ചു. അവർ പരസ്പരം തള്ളിമാറ്റി. അവൻ കേവലം 15 വയസ്സും 71 ദിവസവും മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണെന്നത് മറന്നുകൊണ്ട് അവനെ വിമർശിക്കാനാണ് പലരും ശ്രമിച്ചത്. വിനോദ് കാംബ്ലിയെ പോലെ അല്ലെങ്കിൽ പൃഥ്വിഷായെ പോലെ അഹങ്കാരം കൊണ്ട് അവസാനിക്കുന്ന കരിയർ ആയിരിക്കും വൈഭവിനെന്നും അവർ വിധിയെഴുതുകയും ചെയ്തു. എന്നാൽ ക്രിക്കറ്റ് അധികൃതർ വൈഭവിനെ ശിക്ഷിച്ചില്ല. ശ്രീലങ്കൻ താരങ്ങൾക്ക് അവരുടെ ബോർഡ് പിഴ ഈടാക്കുകയും ചെയ്തു. വൈഭവ് ഇന്നലെ ലിസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി കുറിക്കുമ്പോൾ ഒരു തിരിച്ചടി കൂടെ ലങ്കയ്ക്ക് കൊടുത്തിരുന്നു. 2005 ശ്രീലങ്കൻ താരം കൗശല്യ വീരത്തിനെ കുറിച്ച് 12 പന്തിലെ 50 എന്ന 21 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് സൂര്യവംശി ശ്രീലങ്കൻ മണ്ണിൽ വെച്ച് തന്നെ തകർത്തത്. തന്നെ കഴിഞ്ഞ ദിവസം പരിഹസിച്ച ശ്രീലങ്കൻ ബൗളർമാരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വൈഭവ് അടിച്ചു തകർത്തിരുന്നു. 10 ഫോറുകളും 8 സിക്സും അടങ്ങുന്ന ആ ഇന്നിംഗ്സ് 94 റൺസിൽ അവസാനിച്ചെങ്കിലും ശ്രീലങ്കയുടെ നട്ടലൊടിച്ചാണ് ആ പയ്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ പോയത്. ഈ വർഷം വൈഭവിന്റേതാണ്. IPL 16 മത്സരങ്ങളിൽ നിന്നും 237 എന്ന അസാധ്യമായ സ്ട്രൈക്ക് റേറ്റിൽ 72 സിക്സറുകൾ ഉൾപ്പെടെ 776 റൺസ് അടിച്ച വൈഭവ് ക്രിക്കറ്റ് ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. അണ്ടർ-19 ലോകകപ്പിലെ സെമി ഫൈനലിൽ 33 പന്തിൽ 68 റൺസ്, ഫൈനലിൽ 80 പന്തിൽ 175 റൺസ്. നിർണായകമായ IPL എലിമിനേറ്റർ മത്സരത്തിൽ 29 ബോളിൽ 96 റൺസ്. ക്വാളിഫയർ മത്സരത്തിൽ കൂടെയുള്ളവർ ഓരോന്നായി വീണിട്ടും 47 പന്തിൽ 97 റൺസ് നേടി. IPL 5 പ്രധാന അവാർഡുകളും വൈഭവ് സ്വന്തമാക്കിയിരുന്നു. ഇന്നലെ ചരിത്ര സെഞ്ചുറിക്ക് 6 റൺസ് അകലെ വീണെങ്കിലും കഴിഞ്ഞ ദിവസം വഴക്കുണ്ടാക്കാൻ വന്ന സകല ശ്രീലങ്കക്കാരുടെയും വായ അടപ്പിച്ചുകൊണ്ടാണ് പയ്യൻ മൈതാനം വിട്ടത്. ഇനി അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കും ഏഷ്യൻ ഗെയിംസിനുമുള്ള ഇന്ത്യൻ സീനിയർ 2020 ടീമിലാണ് വൈഭവ് ഇറങ്ങാൻ പോകുന്നത്. അതോടെ സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുടെ 36 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് തകരുന്നത്. 16 വയസ്സും 205 ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ അരങ്ങേറിയതെങ്കിൽ വൈഭവ് അവന്റെ 15-ാം വയസ്സിൽ തന്നെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അണിയുകയാണ്. വരുംകാലങ്ങളിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾ കൊണ്ടാടുന്നത് ഈ പയ്യനെ തന്നെ ആയിരിക്കും. യൂണിവേഴ്സൽ ബേബി ബോസ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന പ്രകടനമാണ് വൈഭവ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്.